നമസ്കാരം, ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള പ്രത്യേക പരിപാടിയാണ് പൊതുജനം കഴുതയല്ല സാർ. ഒരു വാർത്താമാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിൻ്റെ പരമാവധി ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പോടെ ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ താപമാപിനി ഉയർത്തിയത് PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ട വാർത്തയായിരുന്നു. അടിയന്തര യോഗങ്ങളുമായി CPI കളം നിറഞ്ഞത് പൊതുജനം കാണുന്നുണ്ടായിരുന്നു. CPIയുടെ നിലപാട് കാത്തിരിക്കുകയായിരുന്നു കേരളം. കേരള രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തുന്ന PM ശ്രീ വിവാദത്തിലേക്കാണ് ഇന്ന് പൊതുജനം കഴുതയല്ല സാർ ആദ്യം പോകുന്നത്. പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് PM ശ്രീ. 2022 സെപ്റ്റംബർ 7-നാണ് തുടക്കം. 5 വർഷത്തേക്കാണ് പദ്ധതി. ഓരോ സംസ്ഥാനത്തും ബ്ലോക്ക് തലത്തിൽ പരമാവധി 2 സ്കൂളുകളാണ് പദ്ധതിയിൽപ്പെടുക. ഒരു പ്രൈമറി സ്കൂളും ഒരു സെക്കൻഡറി സ്കൂളും. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളിന് 1 കോടി രൂപ വികസനത്തിന് ലഭിക്കും. പഠനത്തിൻ്റെ ഇടവേളകളിൽ ജോലി ചെയ്യാൻ അവസരം, നൈപുണ്യ വികസനം എന്നിവയൊക്കെ PM ശ്രീയിൽ ഉൾപ്പെടും. കേരളത്തിൽ 300-ലേറെ സ്കൂളുകൾ PM ശ്രീയിൽ വന്നേക്കും. നിലവിൽ ജവഹർ നവോദയ വിദ്യാലയങ്ങളും കേന്ദ്രീയ വിദ്യാലയങ്ങളുമായി 47 സ്ഥാപനങ്ങൾ PM ശ്രീയുടെ ഭാഗമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ PM ശ്രീ അംഗീകരിച്ചപ്പോൾ തമിഴ്നാടും ബംഗാളും ഇത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇതാണ് PM ശ്രീയുടെ ചുരുക്കം. ഇനി എതിർപ്പിലേക്ക് വരാം. CPIM ഇക്കാലമത്രയും PM ശ്രീയെ എതിർത്തതും CPI എതിർത്തുകൊണ്ടിരിക്കുന്നതും മറ്റൊരു കാര്യത്തിലാണ്. അത് PM ശ്രീയുടെ മറവിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുമെന്നതിനാലാണ്. വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണത്തിന് ഊന്നൽ നൽകുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ NEP എന്നാണ് ആരോപണം. സീതാറാം യെച്ചൂരി മുതൽ MA ബേബി വരെ NEPയെ എതിർത്തതാണ്. പക്ഷേ PM ശ്രീ വേറെ, ദേശീയ വിദ്യാഭ്യാസ നയം വേറെ എന്ന നിലപാടിലേക്ക് CPIM മാറിയിരിക്കുന്നു. ഞങ്ങൾക്കതിൽ ഒരു തർക്കമില്ല. ഞങ്ങൾ PM ശ്രീ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന പദ്ധതിയുടേതായാലും പ്രൊജക്റ്റിൻ്റെതായാലും ആ പണം കേരളത്തിന് ലഭിക്കേണ്ട കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അതിന് മുമ്പൊന്നും നിബന്ധനയുണ്ടായിരുന്നില്ല. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ പഞ്ചവത്സര പദ്ധതി അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. അതൊന്നും നിബന്ധനകളില്ല. ഗവൺമെൻറ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഒരു പടി കൂടി കടന്നു. പഴയ നിലപാട് താൻ തിരുത്തിയെന്നും ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പമെന്നും ചോദിക്കുകയാണ് V ശിവൻകുട്ടി. ഈ NEPയിൽ എന്താണ് കുഴപ്പം ഒന്നെന്ന് പറഞ്ഞ്, NEPയിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞ്. ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. ഞാൻ പറയുന്നത് നമുക്ക് നയം പറഞ്ഞിട്ട് ഈ കിട്ടേണ്ട 1500 കോടിയും അതുപോലെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടണമെന്നാണ് പറയുന്നത്. ഒരു NEPയുടെ പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതൊന്നും CPIക്ക് ദഹിക്കുന്നില്ല. കാവ്യവൽക്കരണമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്നും അതിന് വഴങ്ങരുതെന്നുമുള്ള നിലപാടാണ് CPIക്ക്. LDFന് ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പോൾ എവിടെയും ചർച്ച ചെയ്യാതെ, ആരോടും ആലോചിക്കാതെ, ഘടക പാർട്ടികളെയും മന്ത്രിസഭയെയും തന്നെ ഇരുട്ടിലാക്കിക്കൊണ്ട് ഇത്രയും ഗൗരവമേറിയ ഒന്നിൽ LDF ഗവൺമെൻറ്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയില്ല. PM ശ്രീയിൽ നിന്ന് പിന്മാറണമെന്ന അഭിപ്രായം കോൺഗ്രസിനില്ല. പാഠ്യപദ്ധതിയെ കാവ്യവൽക്കരിക്കുന്നതിനോടാണ് കോൺഗ്രസിന് എതിർപ്പ്. PM ശ്രീ പദ്ധതിയിൽ ഇങ്ങനൊരു നിലപാട് ആരോടും ആലോചിക്കാതെ ഒറ്റയ്ക്കൊരു പാർട്ടി ഒരു മുന്നണി ഭരിക്കുമ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികളും മന്ത്രിമാരുമായിട്ട് പോലും ആലോചിക്കാതെ, പ്രതിപക്ഷമായിട്ട് പോലും ആലോചിക്കാതെ ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്തത്. ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒത്തുചേരലിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനം. കാരണം CPMന് ഇപ്പോൾ CPIയേക്കാൾ വലുതാണ് BJP. PM ശ്രീയോടുള്ള CPIMന്റെ എതിർപ്പ് അലിയാൻ കാരണം പണമാണെന്ന് CPIMും വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞു. PM ശ്രീ നടപ്പാക്കാത്തതിനാൽ സർവശിക്ഷ അഭിയാനിൽ കേരളത്തിന് 1538 കോടി രൂപ ലഭിക്കേണ്ടത് കേന്ദ്രം തടഞ്ഞിരുന്നു. ധാരണാപത്രം ഒപ്പിട്ടതോടെ
ഈ പണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. SSAയിൽ 1804 കോടി രൂപ ലഭിക്കേണ്ടിയിരുന്ന ബംഗാൾ PM ശ്രീയോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. തമിഴ്നാടാകട്ടെ നിയമപോരാട്ടം നടത്തിയാണ് കേന്ദ്ര സഹായം ലഭ്യമാക്കിയത്. ഏതായാലും PM ശ്രീ വിവാദം അടുത്തിടെയൊന്നും തീരുന്ന മട്ടില്ല. ന്യൂസ് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, PM ശ്രീയുടെ ധാരണാപത്രം 24-ന് ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ ഈ ധാരണാപത്രം ഒപ്പിട്ടത് 16-ാം തീയതിയാണെന്ന് രേഖ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത് ഒപ്പിട്ടതെന്നായിരുന്നു ഇതുവരെ പുറത്തു വന്ന വാർത്തകൾ. പക്ഷേ 16-ാം തീയതി തന്നെ ഈ MOUവിൽ കേരളം ഒപ്പിട്ടിരിക്കുന്നു എന്നാണ് 24-ന് ലഭിച്ചിട്ടുള്ള ധാരണാപത്രത്തിൻ്റെ പകർപ്പിൽ പറയുന്നത്. ധാരണാപത്രം റദ്ദാക്കാൻ സംസ്ഥാനത്തിന് അവകാശമില്ലെന്നും ഇതിൽ പറയുന്നുണ്ട്. 30 ദിവസത്തെ നോട്ടീസ് നൽകി MOU കേന്ദ്രത്തിന് റദ്ദാക്കാമെന്നും ഈ ധാരണാപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഇതിനകം തന്നെ CPI ഉന്നയിക്കുന്ന ആരോപണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ധാരണാപത്രം ഏതു സമയവും, അതായത് അതിൽ പറയുന്ന ചില കാര്യങ്ങൾ, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക, അവർ നിർദ്ദേശിക്കുന്ന തരത്തിൽ അത് നടപ്പാക്കിയില്ലെങ്കിൽ ഈ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനുണ്ട്. അങ്ങനെ പിന്മാറിയാൽ അത് കേരളത്തിന് തിരിച്ചടിയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ CPI ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. അങ്ങനെയെങ്കിൽ ആ CPIയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലല്ലേ ഇപ്പോൾ ഈ ധാരണാപത്രത്തിലുള്ള വ്യവസ്ഥകളൊക്കെ? ഉമേഷ്. ദിലീപ്കുമാർ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പ്രധാനമായി 6 പേജുകളിലാണ് ഇതിൻ്റെ നോംസ് ആൻഡ് കണ്ടീഷൻസ് വിവരിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനം ഈ സർക്കാരും, അതായത് സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ധാരണാപത്രത്തിന് ഇത് റദ്ദാക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാർ റദ്ദാക്കണമെങ്കിൽ അത് 30 ദിവസത്തെ, അതായത് ഇത് തമ്മിലുള്ള മെമ്മോറണ്ടം തമ്മിലുള്ള ഈ മാനദണ്ഡത്തിൽ ഏതെങ്കിലും രീതിയിൽ സംസ്ഥാന സർക്കാർ ഒരു മാറ്റം സംഭവിച്ചാൽ, അല്ലെങ്കിൽ അതിൽ പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് എപ്പോൾ വേണമെങ്കിലും ഈ അണ്ടർസ്റ്റാൻഡിംഗ് മെമ്മോറണ്ടം റദ്ദാക്കാവുന്നതാണ്. അതിന് 30 ദിവസത്തെ നോട്ടീസ് നൽകാം. അതായത് നിങ്ങൾ ഈ മാനദണ്ഡം പാലിക്കപ്പെടുന്നില്ല എന്ന് കേന്ദ്രത്തിന് ആദ്യം ഒരു നോട്ടീസ് നൽകിയാൽ, ആ നോട്ടീസ് നൽകിയതനുസരിച്ച് മാനദണ്ഡം പാലിക്കാൻ 30 ദിവസത്തിനകം അത് തെറ്റ് മാറ്റി മുന്നോട്ട് പോകാൻ സംസ്ഥാനത്തിന് അവസരമുണ്ട്. 30 ദിവസവും ഈ മാനദണ്ഡം പാലിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായില്ല എങ്കിൽ ഈ MOU പൂർണ്ണമായി റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട്. എന്തായാലും ഇതിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ തന്ത്രപരമായ നീക്കം എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി എടുത്തു പറഞ്ഞത്. അത് തന്ത്രപരമായ നീക്കം എന്താണ് എന്ന് ഈ MOU വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ MOUവിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 31/3/2027 വരെ മാത്രമാണ്. അതായത് ഇനി 1.5 വർഷത്തോളം മാത്രമേ കഷ്ടിച്ച്, അല്ലെങ്കിൽ 2 വർഷത്തിനകത്ത് മാത്രമേ ഇതിനൊരു സമയപരിധിയുള്ളൂ. അതിനിടയ്ക്ക് ഈ സ്കൂളുകളുടെ പട്ടിക കൈമാറി ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തയ്യാറാക്കി, പ്രത്യേകിച്ച് ലാബുകൾ, അതിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റു മുന്നൊരുക്കങ്ങൾ എന്നിവയെല്ലാം തയ്യാറാക്കി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കാലാവധി, MOUവിൻ്റെ കാലാവധി അവസാനിക്കും. അത്തരത്തിൽ അവസാനിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്ന സ്കൂളുകളുടെ ഒരു പൂർണ്ണ ചുമതല, അതായത് ഈ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളുകൾ വീണ്ടും സ്റ്റേറ്റിന് കൈമാറും. 5 വർഷമാണ് സാധാരണഗതിയിൽ. അത് 2022 ആരംഭിച്ചാൽ 5 വർഷമായിരുന്നു കാലാവധി. അതേ രീതിയിൽ തന്നെയാണ് MOU സൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ സൈൻ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 16-ാം തീയതിയാണ്. ഈ മാസം 16-ാം തീയതി ഡേറ്റ് ഈ MOU സൈൻ ചെയ്യുമ്പോൾ അത് വളരെ തുച്ഛമായ കാലയളവ് മാത്രമേ ഈ MOU സംബന്ധിച്ച ഒരു കേന്ദ്ര സർക്കാരിന് ഈ സ്കൂളുകളിൽ ഏകദേശം 300-ലധികം സ്കൂളുകൾ കേന്ദ്ര സർക്കാരിന് ഇങ്ങനെ PM ശ്രീ പദ്ധതി വഴി കൈമാറേണ്ടി വരും. ആ കൈമാറുന്ന സ്കൂളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശം ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം 2027 ഈ സ്കൂളുകൾ വീണ്ടും സംസ്ഥാന സർക്കാരിന് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഭയക്കുന്നത് പോലെ ചില കേന്ദ്ര അജണ്ടകൾ നടപ്പാക്കാൻ പൂർണ്ണമായി സ്കൂളുകളെ വിട്ടു നൽകാതെ പിടിച്ചു നിൽക്കാനാകും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കരുതുന്ന ഒരു കാര്യം. അതോടൊപ്പം ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ സംസ്ഥാനം കൂടുതൽ തുകയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതിന് വളരെ തുച്ഛമായ പണമാണ് ലഭിക്കുന്നത്. പക്ഷേ PM ശ്രീയിൽ ഒപ്പിടാത്തത് കൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന തുക, ആ തുക ലഭിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉമേഷ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിന്റെ തീയതി 16-ആണ്. ഇത് വാർത്ത പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. അതായത് വളരെ രഹസ്യാത്മക സ്വഭാവത്തിലാണ് സർക്കാർ ഇതിനെ കൈകാര്യം ചെയ്തത്, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അല്പം മുമ്പ് വാർത്താ സമ്മേളനം
സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ CPIയെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം. അതാണ് ഈ 16 കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുന്നു. CPIയുടെ 4 മന്ത്രിമാർ 4 സുപ്രധാന വകുപ്പുകൾ കൈയാളുന്നു. പക്ഷേ അവരാരും തന്നെ ഇത്രയും ദിവസമായിട്ടും ഈ വിവരം അറിഞ്ഞിരുന്നില്ല. അത്ര രഹസ്യാത്മകമായിട്ടാണ് ഇത് നടപ്പാക്കിയതെന്നല്ലേ ഇപ്പോൾ ഈ ധാരണാപത്രത്തിലൂടെ തന്നെ വ്യക്തമാകുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് കുറച്ച് ദിവസം മുൻപ് കേന്ദ്രത്തിൽ നിന്നൊരു അവസാനവട്ട ഒരു നിർദ്ദേശം വന്നിരുന്നു. അതാണ് അതേ തുടർന്നാണ് ഇത് ഒപ്പിടാൻ തയ്യാറായതെന്നാണ്. പക്ഷേ അതും വിശ്വസിക്കാൻ കഴിയാത്തതാണ് ഈ ഡാറ്റ്. അതായത് ഇതിൽ MOU സൈൻ ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, സർക്കാരിന് വേണ്ടി സൈൻ ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി K. വാസുകിയും ഒപ്പം അഡീഷണൽ സെക്രട്ടറി ചിത്ര IAS ഉമാണ്. ഇവർ രണ്ടുപേരും ഒപ്പിട്ട ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 16 ആണ്. അതായത് ഇതിനു മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ക്യാബിനറ്റിൽ CPI മന്ത്രിമാരടക്കം തങ്ങളുടെ ആശങ്ക പറഞ്ഞു. ആ ആശങ്കയ്ക്ക് ഒരു മറുപടിയും പറയാതെ ഇരുന്ന വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ MOU വന്ന കാര്യം, MOU സൈൻ ചെയ്ത കാര്യം മനസ്സിലാക്കിയിട്ട് വേണം അങ്ങനെ മിണ്ടാതിരുന്നത് എന്ന് വേണം മനസ്സിലാക്കുന്നത്. അതായത് CPI മന്ത്രിമാർ ഈ ആശങ്ക ഉന്നയിച്ചപ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ട ഒരു മൗനം പാലിച്ചു, തന്ത്രപരമായ മൗനം. ഒരുപക്ഷെ അന്ന് ഞങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞു എന്ന് ആ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള തീരുമാനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ധാരണാപത്രം വ്യക്തമാക്കുന്നത്. ധാരണാപത്രത്തിൻ്റെ പകർപ്പാണ് 24-ന് ലഭിച്ചിരിക്കുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. നെഗറ്റീവ് വാർത്തകൾ കണ്ടുമടുത്തെങ്കിൽ ഒരു നല്ല വാർത്തയിലേക്ക് നമുക്ക് പോകാം. നമ്മൾ പോകുന്നത് ഒരു സർക്കാർ ആതുരാലയത്തിൻ്റെ നേട്ടത്തിലേക്കാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിമർശനങ്ങൾക്ക് നടുവിലായിരുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ഇന്ന് അവയവം മാറ്റിവെക്കൽ രംഗത്തും ഹൃദയ ശസ്ത്രക്രിയാ രംഗത്തും ഉൾപ്പെടെ ചികിത്സാ രംഗത്ത് ഇന്ത്യയിലെ ഏത് സ്വകാര്യ ആശുപത്രികളോടും കിടപിടിക്കുന്ന സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇന്നലെ ഒരു ദിവസം 3 അവയവങ്ങൾ മാറ്റിവെച്ച് മറ്റൊരു ചരിത്രം കൂടി കോട്ടയം മെഡിക്കൽ കോളേജ് കുറിച്ചു. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സാധാരണക്കാരുടെ ആശ്രയമായ ഒരു ആശുപത്രി. ആ ആശുപത്രിയുടെ കെട്ടിടത്തിലെ ബാത്റൂം കോംപ്ലക്സ് ഇടിഞ്ഞു വീഴുന്നു. അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചു. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും നിരവധിയുണ്ടായി. എന്നാൽ അതിനപ്പുറം ഒരു കഥയുണ്ട് പറയാൻ. സാധാരണക്കാർക്ക് ആശ്വാസമായ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കഥ. മധ്യകേരളത്തിൽ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രി. ദിനംപ്രതി ഇവിടെ എത്തുന്നത് ആയിരങ്ങൾ. നിസ്സാരമായതും സങ്കീർണമായതുമായ അസുഖങ്ങൾക്കെത്തുന്നവർക്ക് പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ഈ ആതുരാലയം ആശ്വാസമാവുകയാണ്. അവയവ മാറ്റിവെക്കലിൽ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സർക്കാർ ആശുപത്രികളിൽ ഒന്നായി കോട്ടയം മെഡിക്കൽ കോളേജ് മാറിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഒരു ദിവസം 3 അവയവങ്ങൾ മാറ്റിവെച്ച് ഇന്നലെ മറ്റൊരു ചരിത്രം കൂടി കുറിച്ചു. 6 അവയവങ്ങൾ 7 ജീവിതങ്ങൾ. അതാണ് ഇവിടെ ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു അത്ഭുതമെന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. ഹൃദയം, ശ്വാസകോശങ്ങൾ, 2 ശ്വാസകോശങ്ങൾ, കിഡ്നി, നേത്രപടലം. സാധാരണ നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് കൈപ്പത്തി. ഇത്രയും അവയവങ്ങൾ, ഈ 6 ഓർഗൻസാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അത് നേത്രപടലം 2 പേരിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 7 പേരുടെ ജീവിതമാണ് ഇവിടെ ഇന്നിപ്പോൾ ഒരു പ്രകാശപൂരിതമായിരിക്കുന്നത്. 2002-ലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആദ്യത്തെ അവയവമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. പിന്നീട് നിരവധി തവണ ഹൃദയവും കരളും വൃക്കയുമെല്ലാം മാറ്റിവെച്ചു. ഏറ്റവും ഒടുവിൽ ശ്വാസകോശവും മാറ്റിവെക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി എന്ന ഖ്യാതിയും കോട്ടയം മെഡിക്കൽ കോളേജ് സ്വന്തമാക്കി. നാളിതുവരെ 250 വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇവിടെ നടന്നു. 11 ഹൃദയം മാറ്റിവെക്കലും 7 കരൾ മാറ്റിവെക്കലും കോട്ടയം മെഡിക്കൽ കോളേജിൽ വിജയകരമായി പൂർത്തിയാക്കി. ഹൃദ്രോഗ ശസ്ത്രക്രിയാ വിഭാഗം മേധാവി TK ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇതിനു പിന്നിൽ. സങ്കീർണ ശസ്ത്രക്രിയകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 43 കിലോ ഉള്ള ഒരു വലിയ ട്യൂമർ നമ്മളെടുത്ത് മാറ്റി ഒരു പയ്യൻ്റെ ഇതിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് 1.5 കിലോ ഉള്ള ഒരു വലിയ മുഴ. അത് പല സ്ഥലങ്ങളിലും പോയി നടക്കത്തില്ല, ഉപേക്ഷിച്ച കേസാണ്. അങ്ങനത്തെ എന്ന് പറഞ്ഞ പോലെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒത്തിരി കേസുകൾ വരുന്നുണ്ട്. മികച്ച നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും
ചില പരിമിതികൾ കോട്ടയം മെഡിക്കൽ കോളേജിനെ വലയ്ക്കുന്നുണ്ട്. 4 ജില്ലകളിൽ നിന്നുള്ള രോഗികൾ എത്തുന്ന ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. കിടത്തി ചികിത്സയ്ക്കുള്ള സ്ഥലപരിമിതിയും വെല്ലുവിളിയാണ്. സൗജന്യ മരുന്ന് വിതരണത്തിലും പ്രതിസന്ധിയുണ്ട്. ഓപ്പറേഷൻ പോലും മുടങ്ങുന്ന അവസ്ഥയും മുൻപുണ്ടായിട്ടുണ്ട്. കൂടുതൽ സൗകര്യങ്ങളും മറ്റും ഉറപ്പാക്കിയാൽ സ്വകാര്യ ആശുപത്രികളെക്കാൾ മികച്ച നിലയിൽ കോട്ടയം മെഡിക്കൽ കോളേജിനെ മാറ്റിയെടുക്കാനാകും. സർക്കാർ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പുതിയ കെട്ടിടങ്ങളും അത്യാധുനിക സംവിധാനങ്ങളും കഴിയുന്നത്ര കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് വെല്ലുവിളിയാണ്. ഇതുപോലെയുള്ള ആതുരാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടിയാണ് ആരോഗ്യമേഖലയിൽ കേരളത്തെ നമ്പർ 1 ആക്കി നിർത്തുന്നത്. ഈ സേവനം ഇനിയും ലഭിക്കാൻ സർക്കാരിൻ്റെ പരിപൂർണ പിന്തുണ മെഡിക്കൽ കോളേജിന് ആവശ്യമാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇനി നമ്മൾ പോകുന്നത് തുടക്കം എവിടെ ഒടുക്കം എവിടെ എന്നറിയാത്ത 2 പാതകളിലേക്കാണ്. ഈ വഴി പോകുമ്പോൾ ഈ യാത്ര തുടങ്ങിയത് എവിടെ നിന്നോ എന്നാരും പാടിയോ പറഞ്ഞോ പോകും. കൊച്ചി നഗരത്തിലെ ആ അപൂർണ പാതകളിലൂടെ ഒന്ന് പോയി വരാം. 2 പതിറ്റാണ്ടിലേറെയായി കളമശ്ശേരിയിലെ ജനങ്ങളുടെ തീരാത്ത പ്രശ്നമാണ് എനിക്ക് ചുറ്റിനും ഈ കാണുന്നത്. എയർപോർട്ട് സീപോർട്ട് റോഡ്. HMTയുടെയും NADയുടെയും ഭാഗത്തെത്തുമ്പോൾ ഈ റോഡ് ഒരു ലൂപ്പ് പോലെയാകും. എങ്ങും എത്താതെ എവിടെയും കൂട്ടിമുട്ടാതെ ഒരു റോഡ്. വലിയ വികസന മാതൃകകൾ കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന റോഡാണ്. പക്ഷേ സ്ഥലമേറ്റെടുപ്പായിരുന്നു ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ കാരണമായത്. ഇത്ര കാലവും ഇപ്പോഴിതാ HMTയുടെ ഭാഗത്തുനിന്നും NADയുടെ ഭാഗത്തുനിന്നും സ്ഥലം കൈമാറാൻ തയ്യാറായിരിക്കുന്നുവെന്നാണ് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ പണി കഴിഞ്ഞ 20ലധികം വർഷങ്ങളായി നിലച്ചതിന് പിന്നിൽ സ്ഥലം ഏറ്റെടുപ്പിലുണ്ടായ പ്രതിസന്ധിയായിരുന്നു. HMT NAD കമ്പനികൾ സ്ഥലം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതോടെ പണി നിലച്ചു. റോഡിനു വേണ്ടി സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായ സ്വകാര്യ വ്യക്തികളും പ്രതിസന്ധിയിലായി. വർഷങ്ങൾക്ക് മുൻപ് സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായ പ്രദേശവാസികളിൽ പലരും ഇന്ന് ജീവനോടെയില്ല. അവരുടെ കുടുംബാംഗങ്ങൾ നിരവധി തവണ ഇവിടെ പ്രതിഷേധിച്ചിരുന്നു. 17.31 കോടിയുടെ പദ്ധതിക്ക് കഴിഞ്ഞ മാസം സർക്കാർ ഭരണാനുമതി നൽകി. ഇവിടെ റോഡ് പൂർണ്ണമാകുമ്പോൾ പലരുടെയും ജീവിതങ്ങൾ കൂടിയാണ് പൂർണ്ണമാകുന്നത്. റോഡിന്റെ പണി പുനരാരംഭിക്കുമെന്ന് കേൾക്കുമ്പോൾ പ്രദേശവാസികൾക്ക് സന്തോഷത്തോടൊപ്പം സംശയവുമുണ്ട്. 20 വർഷമായിട്ടുള്ളൂ, ഇനിയുണ്ടല്ലോ കിടക്കുന്ന കാലം. ഇല്ല, ഒരു പ്രതീക്ഷയില്ല. HMTയുടെ അല്ല, NADയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ പ്രതീക്ഷ കുറവാണ്. ഈ ന്യൂസ് എപ്പോഴും ഇങ്ങനെ വരുന്നതാണ്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഈ ന്യൂസ് കേട്ടിരുന്നതാണ്. ഇപ്പം വീണ്ടും പണി തുടങ്ങുക കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞങ്ങൾ കേട്ടതായിരുന്നു. കുറേ നാട്ട് കേൾക്കുന്ന. അപ്പം തുടങ്ങുമ്പോൾ നമുക്കിനി വിശ്വസിക്കാം വരുമോ ഇല്ലയെന്ന്. ഫാക്ടിന്റെ യൂറിയ പ്രോജക്ടിന്റെ ഭാഗമായി ഏലൂരിൽ പണി കഴിപ്പിച്ച ഫ്ലൈ ഓവറാണ് എനിക്ക് പിന്നിൽ കാണാൻ സാധിക്കുന്നത്. ഇതിനെ ഫ്ലൈ ഓവർ എന്ന് വിളിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് രണ്ടാമതൊന്നുകൂടി ആലോചിക്കേണ്ട കാര്യമാണ്. 2010 റോഡിന് കുറുകെ ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയതാണ്. അതിനുശേഷം നാളിതുവരെ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഫാക്ടറിയിൽ നിന്നുള്ള രാസവളങ്ങളുടെ സുഗമമായ ട്രാൻസ്പോർട്ടേഷനും ഗതാഗത കുരുക്ക് ഒഴിവാക്കലുമായിരുന്നു മുഖ്യ ലക്ഷ്യം. എന്നാൽ ആ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു? ഏലൂർ ഫാക്ടറിനോട് ചേർന്ന് പണി പാതിയായി കിടക്കുന്ന ഫ്ലൈ ഓവർ കൊണ്ട് നാട്ടുകാർക്ക് ചില ഉപകാരങ്ങളുണ്ട്. സുരക്ഷിതമായി നിന്ന് ലോട്ടറി വിൽക്കാം. മഴയും വെയിലും കൊള്ളാതെ ഇരുചക്ര വാഹനങ്ങൾക്ക് അല്പമൊന്ന് വിശ്രമിക്കാം. പക്ഷേ ഇതിനു വേണ്ടിയിട്ടായിരുന്നില്ല 15 വർഷം മുൻപ് ഇങ്ങനെയൊരു നിർമ്മിതി. ഇടപ്പള്ളി ഉദ്യോഗ് മണ്ഡൽ റെയിൽവേ പാതയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചതായിരുന്നു. രാസവളങ്ങളുടെയും മറ്റും സുഗമമായ ചരക്കു നീക്കം, അതിനൊപ്പം ഗതാഗത കുരുക്കിനും പരിഹാരം. എന്നാൽ ഇപ്പോൾ ഇതുകൊണ്ട് എന്തുപകാരം എന്നറിയാതെ അന്താളിച്ചു നിൽക്കുകയാണ് പ്രദേശവാസികൾ. ഇതുകൊണ്ടൊരു ഉപകാരമില്ല. ഇത് വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് മാത്രം, വെറുതെ വേറെ പ്രത്യേകതയൊന്നുമില്ല. പണിതാണ്. ഇതുവരെ അതിന് യാതൊരു ഉപകാരമൊന്നുമില്ല. ഇങ്ങനെ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മഴ പെയ്യുമ്പോൾ പല 2 വീലർക്കാർക്ക് ഇവിടെ കയറി നിൽക്കാം. അത് മാത്രമേ ഉള്ളൂ ഒരു ഉപകാരമായിട്ടുള്ളൂ. ഇതുകൊണ്ട് ഒരു ഉപകാരമില്ല സത്യം പറഞ്ഞാൽ. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിൽക്കാം, കോട്ടൊന്നും ഇല്ലെങ്കിൽ. 2010 തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 70 വീടുകൾ ഒഴിപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. 70 കോടി ചെലവായി കണക്കാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പണി എവിടെയും എത്തിയില്ല. ഇടപ്പള്ളിയിൽ നിന്ന് മഞ്ഞുമ്മൽ വഴിയുള്ള 5 കിലോമീറ്റർ റെയിൽപാതയുടെ ഭാഗമായിരുന്നു ഫ്ലൈ ഓവർ. മറ്റു പണികളൊന്നും തുടങ്ങും മുൻപ് തന്നെ റോഡിനു കുറുകെ ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയതിൽ തന്നെയുണ്ട് അപാകത. യൂറിയ പ്ലാന്റ് എന്ന പദ്ധതി വഴിമുട്ടിയതോടുകൂടിയാണ്
ഫ്ലൈ ഓവർ പാതിയിൽ നിലച്ചത് എന്ന് അധികാരികളുടെ വിശദീകരണം. വ്യക്തമായ ദീർഘവീക്ഷണമില്ലാത്തതിന്റെ പേരിൽ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഇത്തരം നിർമ്മിതികൾ അത് നമ്മുടെ ജനത്തെ ഒന്നാകെ വെല്ലുവിളിക്കുകയാണ്. അവർ അടയ്ക്കുന്ന നികുതി പണത്തെ പോലും അവമതിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കുറച്ച് മനുഷ്യർ മനം മടുത്ത് ചോദിച്ചു പോകുന്നത്, ഈ നാട്ടിൽ എല്ലാം ഇങ്ങനെയാണോ? മാറ്റം അനിവാര്യമാണ്. ക്യാമറാമാൻ അധീഷിനും പ്രണവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് പുതിയ പാതകളൊക്കെ വരുന്നത്. പക്ഷേ അത് പൂർത്തിയാകുന്നില്ല. കോടികൾ ചെലവഴിച്ചിട്ടും അത് കാണാത്ത മട്ടിലാണ് ഉദ്യോഗസ്ഥരോ അധികാരികളുമൊക്കെ ഉള്ളത്. ഇത് കാണുമ്പോഴാണ് ജനം അധികാരികളോടൊക്കെ ചോദിക്കുന്നത്, പൊതുജനം കഴുതയല്ല സാറേ എന്ന്. അടുത്ത ഒരു വാർത്തയിലേക്ക്. കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമാണ് കൊച്ചി. അതിവേഗം വളരുന്ന നഗരം. കൊച്ചി പഴയ കൊച്ചിയല്ലെങ്കിലും ബിലാൽ പഴയ ബിലാലാണെന്ന സിനിമാ ഡയലോഗ് ഇവിടുത്തെ നടപ്പാതകളുടെ കാര്യത്തിലെങ്കിലും തൽക്കാലം ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടി വരും. കാണാം ആൻമരിയ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊച്ചിയിൽ കാൽനട യാത്രക്കാർക്ക് അല്പം അഭ്യാസം കൂടി പഠിച്ചിരിക്കണം. കാരണം എവിടെ എങ്ങനെയാണ് ഒരു അപകടം ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ദാ ഇതുപോലെ കൊച്ചിയിൽ പലയിടങ്ങളിലാണ് ഫുട്പാത്തുകൾ തകർന്ന നിലയിൽ കിടക്കുന്നത്. കൊച്ചിയിൽ പലയിടങ്ങളിലെയും അവസ്ഥ ഇതാണ്. നടപ്പാതകൾ പകുതിയും തകർന്നു കിടക്കുകയാണ്. നടപ്പാതകളിലെ ടൈലുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ. കൂടാതെ ചെറുകുഴികൾ അപകടം ഇരട്ടിയാക്കും. കലൂർ, പാലാരിവട്ടം ജംഗ്ഷൻ, MG റോഡ്, JLN സ്റ്റേഡിയം തുടങ്ങി പല ഭാഗത്തും നടപ്പാതകളിലെ ടൈലുകൾ ഇളകിക്കിടക്കുകയാണ്. മാസങ്ങൾക്ക് മുൻപ് പൊട്ടിക്കിടക്കുന്നവ പോലും മാറ്റിയിട്ടില്ല. ഈ ദൃശ്യങ്ങളിൽ കാണുന്നില്ലേ, ആദ്യമുണ്ടായിരുന്നത് പൊളിഞ്ഞുപോയി. അതിനുശേഷം അതിന്റെ മുൻപിൽ മറ്റൊന്നുകൂടി വെക്കുന്നു, അതും പൊട്ടിപ്പൊളിഞ്ഞുപോയി. പിന്നീട് ഏതോ പാവപ്പെട്ടവൻ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ടൈൽസ് കൊണ്ടിട്ടിരിക്കുകയാണ്. അത് സാധാരണക്കാരായിട്ടുള്ള ഇതിലെ നടന്നു പോകുന്ന ആളുകൾ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കുണ്ടായിരുന്നത് പോലും ഇവിടെയുള്ള അധികൃതർക്കുണ്ടാകുന്നില്ലല്ലോ എന്നാണ് ഇതിലെ കടന്നു പോകുന്ന ഓരോ നാട്ടുകാരും ചോദിക്കുന്നത്. നിരവധി കാൽനട യാത്രക്കാരാണ് ദിവസവും ഈ വഴി പോകുന്നത്. പലയിടത്തും മാൻഹോളിന്റെ മൂടി ദ്രവിച്ചിട്ടുണ്ട്. മഴക്കാലങ്ങളിൽ പലപ്പോഴും കാനകൾ കാണാൻ കഴിയാത്ത രീതിയിൽ വെള്ളക്കെട്ടുമുണ്ടാകുമ്പോൾ അപകടങ്ങൾ കൂടും. സൂക്ഷിച്ചില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഓടകളിൽ വീഴാം. പലപ്പോഴും ഈ യാത്രക്കാർ ഈ വാഹനങ്ങളുടെ അധിക പ്രവാഹമുള്ള കാരണം ഈ സൈഡിലെ ഫുട്പാത്തുകളാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അത് പരമാവധി നല്ല രീതിയിലാക്കിയില്ലെങ്കിൽ ഇവിടെ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ആരോട് പറയാനാ? വീണ അവനവന് പൈസ പോയി ഡോക്ടറെ കാണാം. ഈ സർക്കാർ വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഉള്ള കാര്യം പറയാം, എല്ലാ സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞ് ഇതായിട്ട് താറുമാറായിട്ട് കിടക്കണമെന്ന് ഒരു കാര്യമില്ല. ഈ ഭരണം മോശം തന്നെയെന്ന് പറയാൻ പറ്റുള്ളൂ. നടപ്പാതകളോട് ചേർന്ന് കിടക്കുന്ന കാനകളും അപകടം വിളിച്ചു വരുത്തുകയാണ്. പലതിനും മൂടിയില്ല. കാലൊന്നു വഴുതിയാൽ കാനയിൽ വീഴും. ഉണ്ടാകുന്നത് വലിയ അപകടമായിരിക്കും. പലയിടത്തെയും ഓടകളിൽ വിടവുകളുണ്ട്. ഇതിൽ കാൽ കുടുങ്ങാനും സാധ്യതകൾ ഏറെയാണ്. രാത്രികാലങ്ങളാണ് അപകടം കൂടുതലുണ്ടാകുന്നത്. പലപ്പോഴും കാൽനട യാത്രക്കാർ വീഴുമ്പോൾ തൊട്ടടുത്തുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് രക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ കൊച്ചിയിൽ കൂടെ നടക്കണമെങ്കിൽ കുറച്ചൊക്കെ അഭ്യാസങ്ങൾ പഠിക്കണം. ഒരു അപകടം ഉണ്ടാകുമ്പോഴല്ല സുരക്ഷയൊരുക്കേണ്ടത്. ആദ്യം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ കൃത്യമായിട്ടുണ്ടാകണം. കൊച്ചിയിൽ നിന്നും അധീഷിനൊപ്പം ആൻമരിയ സണ്ണി, 24. നോക്കിയും കണ്ടും നടന്നില്ലെങ്കിൽ കുഴിയിൽ വീഴുമെന്നാണ് കൊച്ചിയിലെ ഈ ദൃശ്യങ്ങൾ കാണിച്ചു തരുന്നത്. നല്ല നടപ്പ് നഗരവാസികൾക്ക് അത്യാവശ്യമാണ്. അതിന് അധികൃതർ വേണ്ട സൗകര്യങ്ങൾ ചെയ്യും എന്ന് കരുതാം. ഇപ്പോൾ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, കൊച്ചി ചെല്ലാനം ഹാർബറിൽ നിന്ന് മീൻപിടുത്തത്തിന് പോയ 5 മത്സ്യത്തൊഴിലാളികളെ കാണാതായി എന്നതാണ്. ചെല്ലാനം കണ്ടക്കടവ് സ്വദേശികളെയാണ് കാണാതായത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അമൽ സുരേന്ദ്രൻ ചേരുന്നു. അമൽ, വിവരങ്ങൾ.
ഇന്ന് 4 മണിക്ക് പുലർച്ചെ 4 മണിക്കാണ് ചെല്ലാനത്ത് നിന്ന് 5 പേർ ഇമാനുവൽ എന്ന വള്ളത്തിൽ മത്സ്യബന്ധനത്തിന് വേണ്ടി കടലിലേക്ക് പോകുന്ന കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യമാണ്. ഇപ്പോഴും കടലിലെ കാലാവസ്ഥ അങ്ങേയറ്റം പ്രവചനാതീതമായാണ് നിലനിൽക്കുന്നത്. രാവിലെ 4 മണിക്ക് കടലിൽ പോയാൽ പിറ്റേന്ന് ഇന്ന് രാവിലെ ഒരു 10 മണിയോട് കൂടി തിരിച്ചു വരേണ്ടവരാണിവർ. അങ്ങനെയായിരുന്നു പതിവും. പക്ഷേ ഇത്ര നേരം കഴിഞ്ഞിട്ടും വരാത്തതിനെ തുടർന്ന് ഈ വീട്ടുകാരടക്കം വല്ലാത്തൊരു ആശങ്കയിൽ തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റ് മത്സ്യബന്ധന തൊഴിലാളികളോട് വിവരങ്ങൾ അന്വേഷിക്കുകയും തുടർന്ന് ഇവരെ കാണുന്നില്ല എന്ന വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തതിനെ തുടർന്ന് പോലീസിൽ പരാതിപ്പെട്ടു. ഇപ്പോൾ കണ്ണമാലി പോലീസും കോസ്റ്റൽ പോലീസും അടക്കം ഈ ഒരു തിരച്ചിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് എത്തിയിട്ടുണ്ട്. ഫിഷറീസിന്റെ ഒരു വള്ളം ഇപ്പോൾ ഇവരെ തിരഞ്ഞ് കടലിലേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോസ്റ്റൽ പോലീസിന്റെ ഒരു വള്ളവും കടലിലേക്ക് പോയിട്ടുണ്ട്. അർത്തുങ്കൽ സ്വദേശി മനോജിന്റെ ഉടമസ്ഥയിലുള്ള ഇമാനുവേൽ എന്ന വള്ളത്തിലാണ് ഇവർ 5 പേർ പോയത്. ഈ ചെല്ലാനം കണ്ടക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസമാക്കിയിരിക്കുന്നവരാണ് ഇപ്പോൾ കടലിൽ കാണാതായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇവരുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങളുടെയും ഒരു തെളിവും ഇപ്പോൾ ലഭിക്കുന്നില്ല. ഇവരെക്കുറിച്ച് പൂർണ്ണമായും എല്ലാ വിവരങ്ങളും ഇപ്പോൾ ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ വീട്ടുകാരടക്കമുള്ളവർ പറയുന്നത്. മീൻപിടുത്തത്തിന് പോയ 5 മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായി എന്ന വാർത്തയാണ് അമൽ സുരേന്ദ്രൻ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.